1968-ൽ തായ്വാനിൽ സ്ഥാപിതമായ എവർഗ്രീൻ മറൈൻ ഷിപ്പിംഗ് കമ്പനി ലോകത്തിലെ തന്നെ മുൻനിര ഷിപ്പിംഗ് കമ്പനികളിലൊന്നാണ്. എന്നും പച്ച എന്നർത്ഥം വരുന്ന എവർഗ്രീൻ എന്ന പേര് ഈ കമ്പനിയുടെ പരിസ്ഥിതി സൗഹൃദ സമീപനത്തെ സൂചിപ്പിക്കുന്നു. ഈ കമ്പനിയുടെ എവർഗ്രീൻ ക്ലാസ് കണ്ടെയ്നർ കപ്പലുകൾ ലോകത്തിലെ ഏറ്റവും വലുതും ആധുനികവുമായവയാണ്. ഉദാഹരണത്തിന് എവർഗ്രീൻ എവർ അലോട്ട് പോലുള്ള കപ്പലുകൾക്ക് 400 മീറ്റർ നീളവും 4 ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്ര നീളവും വീതിയുമുള്ളവയാണ്. 24,000 TEU, അതായത് 20 ഫുട്ട് ഇക്വിവാലന്റ് യൂണിറ്റ് കണ്ടെയ്നർ ശേഷിയുമുണ്ട്. ഇത്തരം കപ്പലുകൾ ദിവസം 150 ടൺ വരെ ഇന്ധനം ഉപയോഗിക്കുന്നു. എന്നാൽ പുതിയ മോഡലുകൾക്ക് LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ച് പരിസ്ഥിതി ദോഷം കുറയ്ക്കുകയും അതുവഴി ഇന്ധനലാഭം കൈവരിക്കുകയും ചെയ്യുന്നു. ഈ ഭീമൻ കപ്പലുകൾ ലോകവ്യാപാരത്തിന്റെ ജീവനാളമാണ്. ലോകത്തിലെ 90% വാണിജ്യവും കടൽ വഴിയാണ് നടക്കുന്നത്. എവർഗ്രീൻ പോലുള്ള കണ്ടെയ്നർ കപ്പലുകൾ ചൈന, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇവയുടെ പ്രവർത്തനം അതിസങ്കീർണമാണ്. ക്രെയിനുകൾ, ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ, സ്പെഷ്യലൈസ്ഡ് ക്രൂ അംഗങ്ങൾ എന്നിവർ ഒത്തുചേർന്നാണ് ഈ വലിയ കണ്ടെയ്നർ കപ്പൽ നിയന്ത്രിക്കുന്നത്. എന്നിരുന്നാലും 2021-ൽ എവർഗ്രീന്റെ എവർ ഗിവൺ കപ്പൽ സൂയസ് കനാലിൽ തടഞ്ഞപ്പോൾ ലോകവ്യാപാരത്തിന് വൻ നഷ്ടം സംഭവിച്ചതുപോലെ ഇത്തരം കപ്പലുകൾ ലോകവ്യാപാരത്തിൽ നഷ്ടസാധ്യതകൾക്ക് കാരണമാകാറുമുണ്ട്. 2021 മാർച്ച് 23-ന് എവർഗ്രീൻ കമ്പനിയുടെ എവർ ഗിവൺ എന്ന ഭീമൻ കണ്ടെയ്നർ കപ്പൽ സൂയസ് കനാലിൽ തിരശ്ചീനമായി തടഞ്ഞുനിന്നു. 400 മീറ്റർ നീളമുള്ള ഈ കപ്പൽ കനാലിന്റെ ഇരുകരകളിലും ഉരുണ്ടുകയറി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ട് 6 ദിവസം അടച്ചുപൂട്ടി. ഒരു ശക്തമായ മണൽക്കാറ്റും ക്യാപ്റ്റന്റെ തെറ്റായ നിയന്ത്രണവും ഇതിന് കാരണമായി. സൂയസ് കനാൽ ലോകവ്യാപാരത്തിന്റെ 12% നിയന്ത്രിക്കുന്നു. ദിവസം $10 ബില്യൺ വ്യാപാരം നടക്കാറുണ്ട് സൂയസ് കനാൽ വഴി. അന്നേ ദിവസം 350-ലധികം കപ്പലുകൾ സൂയസ് കനാലിൽ തടഞ്ഞുനിന്നു. ചിലത് റൂട്ട് മാറ്റി ആഫ്രിക്കൻ ഭൂഖണ്ഡം വഴി ചുറ്റിപ്പോയതുമൂലം 2 ആഴ്ചയോളം എടുത്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചരക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുമായി വേണ്ടിവന്നത്. ടോയ്ലറ്റ് പേപ്പർ, കോഫി, കാർ പാർട്സുകൾ തുടങ്ങിയ സാധനങ്ങളുടെ കുറവ് തന്മൂലമുണ്ടായി. 14 ബുൾഡോസറുകൾ കൊണ്ട് മണൽ നീക്കം ചെയ്ത് ഉയർന്ന വേലിയേറ്റ സമയത്ത് 10 ടഗ് ബോട്ടുകൾ കൊണ്ടുവ കപ്പലിനെ വലിച്ച് ഒടുവിൽ മാർച്ച് 29-ന് കപ്പൽ സ്വതന്ത്രമാക്കി. എന്നാൽ 9 ദിവസത്തെ ഈ ഡിലേ ലോകത്തിന് $9 ബില്യൺ നഷ്ടം വരുത്തി. എവർഗ്രീൻ കണ്ടെയ്നർ കപ്പലുകൾ മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് കഴിവിനെ തെളിയിക്കുന്ന ആധുനിക അത്ഭുതങ്ങളാണ്. എന്നാൽ ഇവയുടെ ഭീമൻ വലിപ്പവും ഇന്ധന ഉപഭോഗവും കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്നിവയുടെ ഉദ്വമനം വർദ്ധിപ്പിക്കുന്നു. ഭാവിയിൽ ഹൈഡ്രജൻ, സോളാർ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഷിപ്പിംഗ് വ്യവസായം ശ്രമിക്കുന്നു. ലോകത്തിന്റെ വാണിജ്യ ശൃംഖലയുടെ അവിഭാജ്യ ഘടകമായ ഈ കപ്പലുകളുടെ ഭാവി ഇനിയും വളരെയധികം സാധ്യതകൾ നിറഞ്ഞതാണ്.